കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ പിങ്കി പുതിയ കെയർ ടേക്കറായിട്ട് ഇന്ത്യവരത്തിന്റെ കാർന്നോത്തിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യവരത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്, കുറച്ച് ഭരണപരിഷ്കാരങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, വാവച്ചൻ വന്നിട്ട് ലക്ഷ്മി അമ്മയുടെ ഉള്ളില് വിഷം കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഗാഥ എന്ന് പറയുന്ന പെൺകുട്ടി അവളെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല. അവള് അത്രയ്ക്ക് വൃത്തിയായിട്ടതാണ്. അവള് മാത്രമല്ല, അവളുടെ അമ്മ ആ തരത്തിലുള്ള പെണ്ണാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ലെന്നൊക്കെ പറയാണ്. അവൾക്ക് ഭ്രാന്ത് മാത്രമല്ല, വേറെ പല അസുഖങ്ങളും ഉണ്ടെന്ന് പറയാം. അതെല്ലാം കേട്ട് കഴിഞ്ഞ് ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് മഹേശ്വരൻ വരുന്നത്. മഹേശ്വരൻ വന്നിട്ട് എന്ത് പറ്റി ലക്ഷ്മി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ കാര്യം എന്നോട് പറ. അല്ല, ഞാൻ ആ പെൺകൊച്ചിനെ കുറിച്ച് ഉറക്കു വരുന്ന ആ ഗാഥ, അല്ല അവൾക്ക് എന്ത് പറ്റി? പാവച്ചൻ വന്നതിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എന്തോ ആ കൊച്ചിനെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പെൺകൊച്ചാന്ന് തോന്നുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ഇതേ ഇങ്ങനെ പല പെൺകുട്ടികളും പുറമെ ഒന്നും കാണിക്കത്തില്ല, മുഖമൊക്കെ ഭയങ്കര സൗമ്യമായിരിക്കും, പക്ഷെ അവരെ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോഴോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒറ്റ ഓണത്തിനും വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ കൊള്ളില്ലെന്ന് പറയണം. പക്ഷെ എന്ത് ചെയ്യും, നന്ദ കൂട്ടിക്കൊണ്ട് വന്നല്ലേ, ഗൗതം കൂടെ പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലേ, നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ മഹിയേട്ടാന്ന് ചോദിക്കണം. പറഞ്ഞു വിടണ്ട, ഒരു കാര്യം ചെയ്യ, ഗൗതമിനെ നീ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മതി കാരണ സാധനങ്ങള്. ഗൗതം മനസ്സിലാക്കട്ടെ, പിന്നീട് അവൾ എവിടെയാന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്. അവൾക്ക് അമ്മയുണ്ടെന്നല്ലേ പറഞ്ഞേ, അവര് നോക്കട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ എല്ലാ കാലം നിർത്തി നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ മഹേശ്വരൻ പറയണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വല്ല ഹോസ്റ്റലും ആക്കട്ടെ നന്ദയാണല്ലോ അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നന്ദയോട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ നേരെ നന്ദയുടെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. നന്ദയുടെ അടുത്ത് എന്നിട്ട് വാവച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദ ചോദിച്ചു, അല്ല ലക്ഷ്മിയമ്മ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അല്ല മോളെ, ലക്ഷ്മിയമ്മേ, ഈ നന്ദ ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷമായിട്ടുള്ള ഒന്നും ചെയ്യലും ലക്ഷ്മിയമ്മയ്ക്ക് അറിയാലോ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുള്ളൂ. ഗാഥ അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു, ഇവിടെ കൊണ്ടേ താമസിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക, അവളെ കൊണ്ട് ആർക്കും ഒരു ദോഷം ഈ കുടുംബത്തിനുണ്ടാവില്ല എന്ന് പറയാണ്. നന്ദയ്ക്കറിയാം ആരാ ഇതിന്റെ പുറയില്ല, ഈ പിരിയേറ്റുവിടുന്ന ആരാന്നുള്ള. ലക്ഷ്മിയമ്മേനെ എല്ലാം പറഞ്ഞ് മയക്കെടുത്ത് വെച്ചിരിക്കുക. അപ്പൊ ഗാഥയ്ക്കെതിരെ തിരിക്കാനായിട്ടായിരുന്നു പ്ലാന്. പിന്നീട് മോഹിനിയും പവിത്രയും പിങ്കിയും കൂടെ എല്ലാരും കൂടെ ചേർന്ന് ആ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുവാണ്. അപ്പൊ പുതിയ വീടിന്റെ കാർന്നോത്തിയായി കെയർ ടേക്കർ ആയല്ലോ. ഇനിയിപ്പം ഏത് ഫയലിലും സൈൻ ചെയ്യണം പിങ്കി വേണം, പിങ്കിയുടെ സൈനും വേണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തേണ്ട പിങ്കിയാണ്. അപ്പം അരുന്ധതി ഏത് നിലയിലാണോ നിന്ന്, ഏത് സ്ഥാനത്താണ് നിന്നത്, അതുപോലെ തന്നെയാണ് ഇനി പിങ്കി നിൽക്കുന്നത്. പിന്നീട് പിങ്കി പറഞ്ഞു, ആദ്യം നമുക്ക് പണി കൊടുക്കേണ്ട ആ ഗാഥക്കിട്ട, അവളെ ഇവിടുന്ന് ഓടിക്കണം. ആ ഗാഥ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നന്ദയുടെ ഒരു പത്തി താന്ന പോലെയാണ്. അവളാണല്ലോ ഗാഥനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ. അപ്പൊ ആദ്യം അവൾക്കിട്ട് തന്നെ പണി കൊടുക്കാന്ന് പറയണേ. പവിത്ര ചോദിച്ചു, അല്ല പിങ്കി ചേച്ചി എന്തെങ്കിലും പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. കണ്ടുവച്ചിട്ടുണ്ടോന്നോ, അതൊക്കെ പിന്നെ എന്നോട് ചോദിക്കാനുണ്ടോന്ന് ചോദിക്കണം. മോഹിനി പറഞ്ഞു, ശരിയാ, അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. അവൾക്കിട്ട് മാത്രമല്ല, പറ്റുമെങ്കിൽ ഞാൻ നന്ദക്കിട്ടും കൊടുത്തോളാൻ പറയണം. അതൊക്കെ എന്നോട് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ ചെറിയമ്മേ, അതൊക്കെ കൃത്യസമയത്ത് തന്നെയും കൊടുത്തോളാം. ആദ്യം ഗാഥക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്ദക്കിട്ട് ഏക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്ന് പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം, തറയൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് പവിത്ര അങ്ങോട്ട് വന്നിട്ട്, അല്ല ലക്ഷ്മിയമ്മേ, അതെ പിങ്കി ചേച്ചി ഈ വീടിന്റെ പുതിയ കെയർ ടേക്കർ ആയല്ലേ, അപ്പൊ ചില പരിഷ്കാരങ്ങളൊക്കെ വീട്ടിൽ വരുത്തിയിട്ടുണ്ടെന്ന് പറയാം. അത് ലക്ഷ്മിയമ്മയിൽ തന്നെയാ തുടക്കം പറയാ. എന്നിരുന്നു അതെന്താ, അതൊക്കെ ഉണ്ട് പറയാന്ന് പറയാണ്. പിന്നീട് പിങ്കി പറഞ്ഞു, അല്ല ലക്ഷ്മിയമ്മയോട് ആരാ പറഞ്ഞു ഇതൊക്കെ അടിച്ചു വരാൻ തൂത്തു അടയ്ക്കാനൊക്കെ? അല്ല പിന്നെ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ പിങ്കി, പിന്നെ ഇത് ആര് ചെയ്യാനാന്ന് ചോദിക്കണം. അതിനെന്താ, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, നന്ദയുണ്ട്, ഗാഥയുണ്ട്, എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഗാഥ ഇവിടെ വെറുതെ സൂചിച്ച് തിന്ന് കിടക്കാൻ വന്നാണോ? അവൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യട്ടെ, അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ പറയണം. ലക്ഷ്മി പറയാം, അത് മോശമല്ലേ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന പെൺകുട്ടിയല്ലേ, അവളെ കൊണ്ട് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കണം. അതെന്താ ലക്ഷ്മിയമ്മ ചെയ്താലേ, അവൾ ഇവിടെ നിന്നല്ലേ ഫുഡ് കഴിക്കുന്നേ, പിന്നെ അവൾക്ക് കൊടുത്ത ജോലിയൊക്കെ ചെയ്താൽ എന്താ. ലക്ഷ്മിയമ്മ അവിടെ അതങ്ങ് വെച്ചേ, ഗാഥനെ വിളിക്കാം, ഗാഥ ചെയ്യട്ടെ എന്ന് പറയണം. പിന്നെ പവിത്രോട് പറഞ്ഞു, പോയി ഗാഥനെ വിളിച്ചോണ്ട് ഞാൻ പറയണം. പിന്നെ ഗാഥനെ വിളിക്കാണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗാഥ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതെ വിളിക്കുന്നുണ്ട്, പിങ്കി ചേച്ചി വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറയണം. ഗാഥ പേടിച്ചരണ്ടാ വരുന്നേ, എന്താ പറയുന്നത് പറയാൻ പറ്റില്ല. അവർക്ക് ആർക്കും തന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഗാഥയ്ക്കറിയാം. അന്ന് ഞാൻ പറഞ്ഞു, ഓഹോ
തിന്ന് സൂചിച്ച് മുറി കയറി ഉറക്കമായിരിക്കും അല്ലേ? അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ കുറെ ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് പറയാം. എന്ത് വേണം പറഞ്ഞു, ഞാൻ ചെയ്തോളാന്ന് പറയാം. ഒരു കാര്യം ചെയ്യേ, അതെ ആ മോപ്പ് മേടിച്ചിട്ട് അവിടെ തുടയ്ക്കാൻ പറയണം. ഇനി തൊട്ട് നിന്റെ ജോലി ഏതൊക്കെ, ഇവിടെ നിൽക്കുന്ന എത്രോളം കാലം ഉണ്ടെങ്കിൽ ഈ വീടൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കണം, അല്ലാതെ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. പറഞ്ഞു കേട്ടോന്ന് ചോദിക്കുകയാണ്. ഗാഥയ്ക്ക് വല്ലാത്ത സങ്കടവും വിഷമവും വന്നു. എന്നാലും ഗാഥ ശരിയെന്ന് പറഞ്ഞിട്ട് അത് തുടയ്ക്കുവാണ്. ഈ സമയത്തേനും പിങ്കി പറഞ്ഞു, തുടച്ചിട്ട് അങ്ങോട്ട് വാ, അടുത്ത പണിയുണ്ടെന്ന് പറയണം. അങ്ങനെ മുറി കയറിയിരിക്കാൻ ഇവിടെ സമ്മതിക്കില്ല എന്ന് പറയണം. പാവം ഗാഥ അതിങ്ങനെ അവിടെ എല്ലാം തുടയ്ക്കും. ഇതൊക്കെ കണ്ട് പവിത്രയ്ക്കും മോഹിനിക്കോ ഭയങ്കര സന്തോഷമായി. പക്ഷെ ലക്ഷ്മിയമ്മയുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗാഥ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തെ തെന്നി ഗാഥ അങ്ങ് തെന്നി അടിച്ച് തറയിലേക്ക് വീഴുവാണ്. ഗാഥയ്ക്ക് കരച്ചിലും വന്നു. ആരോടെങ്കിലും എന്തെങ്കിലും പരാതി പറയാൻ പറ്റുമോ? ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നേ. നന്ദ കണ്ടു ഗാഥ എവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നേ. ഗാഥയോട് ചോദിച്ചു, അല്ല ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ആരാ, പിങ്കി അല്ലോ ആണോ പറഞ്ഞെന്ന് ചോദിക്കണം. ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി, നിന്നെ അങ്ങോട്ട് വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കുമല്ലേ. കാണിച്ചു കൊടുക്കുന്നുണ്ട് അവറ്റകളെ ഞാൻ എന്നാന്നുള്ള കാര്യം. അതെ മോളുടെ കാര്യം ചെയ്യും, മോൾ അങ്ങോട്ട് പൊക്കോ, പഠിക്കാൻ പോയി പഠിച്ചോ, ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറയണേ. വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം. വേണ്ട മോളെ, ഞാൻ പറയുന്ന അനുസരിക്കുക, മോൾ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. അങ്ങനെ നന്ദ വാങ്ങിച്ചത് ചെയ്യുവാണ്. ഈ സമയത്ത് പവിത്ര അത് വന്ന് കണ്ടു. പവിത്ര നേരെ പിങ്കിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു കൊടുത്തു. പിങ്കി നേരെ വരുവാണ്. പിങ്കി ഒന്ന് ചോദിച്ചു, അല്ല നന്ദയോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഗാഥയോട് ചെയ്യാൻ പറഞ്ഞാണല്ലോ. അതിപ്പോ ആരാണെങ്കിലും ചെയ്താൽ പോരെ പിങ്കിന്ന് ചോദിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലോ, ഈ വീടിന്റെ ഇപ്പം സ്ഥാനം അധികം താക്കോൽക്കൂട്ട് എൻ്റെ കയ്യിലാണ്, ഞാൻ പറയുന്ന അനുസരിക്കണം, അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യം. അതങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ വരണ്ട നന്ദിന്ന് ചോദിക്കുകയാണ്. അതിപ്പോ ആര് ചെയ്താലും ജോലി ചെയ്താൽ പോരെ പിങ്കിന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞാൽ പോരാ, നന്ദയോട് ഗാഥയോട് ഒരു പണി പറഞ്ഞാൽ ഗാഥ ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തൊന്നും ഇല്ലാന്ന് പറയണം. നന്ദയ്ക്ക് മനസ്സിലായി പിങ്കി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുവാണ്. അവൾക്ക് താക്കോൽക്കൂട്ടം കൈ കിട്ടിയപ്പോഴത്തേനും അവൾ അവളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങി. ഇനിയിപ്പം ഒരു പക്ഷേ ഗാഥനെ കൊണ്ട് ജോലിയൊക്കെ എടുപ്പിച്ചിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ശ്രമം, പറഞ്ഞു വിടാന്നിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം. അതൊരു കാരണവശാലും സംഭവിച്ചുകൂടാ. എങ്ങനെ ഇത് എതിർത്തേ പറ്റുള്ളൂ. പിന്നീട് നന്ദ നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗൗതമിന്റെ അടുത്ത് നന്ദയുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഇനി 1-2 ദിവസം കൂടെ ഉള്ളൂ കോടതിയിലേക്ക് പോവാനായിട്ട്, സാക്ഷിമൊഴി പറയാനായിട്ട്. ഗൗതം എന്താ നന്ദ, എന്താ മുഖം വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. അല്ല ഗൗതം സാറിന് അറിയാലോ, ഗാഥയുടെ കാര്യം അറിയാലോ, ഇപ്പൊ 1-2 ദിവസം കൂടെ ഉള്ളൂ ഇനിയിപ്പം കോടതിയിൽ പോയി മൊഴി പറയാനായിട്ട്. അപ്പൊ ആ സമയത്ത് അതിനു മുമ്പ് ബാലാജി എങ്ങനെയും വരുവോ, എന്തെങ്കിലും ഗാഥയെ ചെയ്യുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയാം. ഗൗതം പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇങ്ങോട്ട് വന്ന് ആരും ഗാഥനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല ഗൗതം സാർ, ബാലാജിയെ കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. മിഥുൻ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ക്രൂരനായ ആള്. ഒരു പക്ഷേ ഗാഥനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചെന്നിരിക്കും. ഇനി നമ്മൾ ഗാഥയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേരെ, ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ നന്ദയ്ക്കൊരു ആശ്വാസമായി. എന്ത് വന്നാലും ഗൗതം കൂടെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത നന്ദയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളും പിന്നീട് നാളെ ഇനി കാണാൻ പോകുന്നത് ഗാഥനെ അവിടുന്ന് വിളിച്ചിറക്കാനായിട്ട് വാവച്ചം വരുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.